റോമിയോ, ഓ റോമിയോ, വേർ ആർ യു റോമിയോ? എന്തോ ഞാനിവിടെ ഉണ്ട്. ദിസ് ഇസ് എ ബാഡ് വേ ഓഫ് എക്സ്പ്രഷൻ. ഇതാ നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പം. എവിടെ വെച്ച് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. ഇൻ സോഷ്യൽ ലൈഫ് വൺസ് എക്സ്പ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു അപരിചിതയായ പെൺകുട്ടിയെ കണ്ടാൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് തനിക്കറിയില്ല. രാവിലെ 6:45 അപ്പുറത്തെ ജംഗ്ഷനിൽ ഞാൻ കണ്ടതാ. മോള് ചോദിച്ച ചോദ്യം കൊള്ളാം. ഞങ്ങൾ ഇങ്ങനെ 10ഓ 100ഓ പേരിന്ന് ചർക്ക തിരിച്ച 21ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന ഈ നാട് രക്ഷപ്പെടുവോന്ന്? ഇല്ല. ഇത് തിരിച്ചതുകൊണ്ട് മാത്രമായില്ല. ഒറ്റ നോട്ടത്തില് വേസ്റ്റ് ഓഫ് ഹ്യൂമൻ എനർജി ആൻഡ് മണിയും തോന്നാം. പക്ഷേ ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും സ്വാശ്രയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു അധ്വാനം, അതുണ്ടാക്കുന്ന സംസ്കൃതി, അതാ കാര്യം. അങ്കിൾ, ഞാൻ ചോദിച്ചത് അതല്ല. ഞങ്ങളെപ്പോലുള്ളവരുടെ പുതിയ തലമുറയെ ആ സംസ്കൃതിയിലേക്ക് നയിക്കാൻ നിങ്ങളെപ്പോലുള്ളവര് എന്താ ഒന്നും ചെയ്യാത്തത്? സത്യത്തിൽ വി ആർ റെഡി ടു അക്സെപ്റ്റ്. സംഭാരം. താങ്ക് യു. പ്രകൃതി ചികിത്സ, ഗാന്ധിയൻ തോട്ട്സ് ആൻഡ് ഗാന്ധിയൻ വേ ഓഫ് ലൈഫ്, ഇതേക്കുറിച്ച് അങ്കിൾ കോളേജിൽ ഒരു ക്ലാസ് എടുക്കണം. അല്ല, അത് വയ്യാന്ന് പറയരുത് അങ്കിൾ, പ്ലീസ്. മോള് പ്രിൻസിപ്പാളിനോട് പറഞ്ഞൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. പിന്നൊരു കാര്യം, പോലിയിടുന്ന കുറുക്കന്മാരുണ്ടാവുമല്ലോ കോളേജില്, അവന്മാര് വേണം. ഞങ്ങളുടെ ഫംഗ്ഷൻ അലമ്പുന്നവന്മാരെ വിവരം അറിയും. കീ ചെയിൻ, കീ ഫൈൻഡറാ. സ്റ്റേറ്റ്സിന് പപ്പ കൊണ്ട് കീ ചെയിൻ ചൂളം കുത്തിയത് കൊണ്ടാ. തലവേദനയാന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് പോന്നതാ. അതിന്റെ ദേഷ്യ. അതൊന്നും സാരമില്ല. വിശ്വാസ, എന്താ തന്റെ സ്റ്റുഡന്റിന് പഠനത്തിൽ മാത്രമല്ല ഗാന്ധിയൻ തോട്ട്സിലൊക്കെ താല്പര്യമുണ്ട്. അതെ അതെ, മറ്റു പല കാര്യങ്ങളും താല്പര്യമുണ്ട്. ഓ, സാറ് ശരിക്കും പ്രിപ്പറേഷൻ തന്നെയാണല്ലോ. സാറിന് IAS കിട്ടും, ഉറപ്പാ. സാറി പരീക്ഷ ജയിക്കാൻ വേണ്ടി ഞാൻ അന്തോണീസ് പുണ്യാളിന് നൊവേന ചൊല്ലുന്നുണ്ട്. ഇന്ന് 9ാം ദിവസാ. എന്താ തന്റെ ഉദ്ദേശം? നാടകം കളിക്കാൻ ഇറങ്ങിക്ക കഴുതേ? അല്ല. പിന്നെ എന്താ തന്റെ ഉദ്ദേശം? എന്റെ വീട്ടിൽ കിടന്ന് കറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താന്ന്? മിസ്റ്റർ ചന്ദ്രദാസൻ എങ്ങനെയുണ്ട്? സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ബുള്ളറ്റിൽ നിന്നും നാരോ എസ്കേപ്പ് ആയിരുന്നു. വീട്ടിലാണെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചന്ദ്രദാസ്. നൗ ഐ ആം ഓൾ റൈറ്റ്. ബുദ്ധിമുട്ടായില്ലേ? ഇറ്റ്സ് ഓക്കെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അല്ലേ? ആ, 2 പേര്. അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പോലീസുകാരന്റെ സ്ഥിതി ഇപ്പോഴും ക്രിട്ടിക്കലാണ്. ബന്ധുക്കൾ വന്ന് ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തല്ലോ? ഉവ്വ്. മോർച്ചറിയുടെ മുന്നിൽ മോബ് ഇപ്പോഴും വയലന്റാ. അങ്ങോട്ട് പോകണ്ട. ഈ അവസ്ഥയിൽ നമ്മളെ കണ്ടാൽ വെറുതെ എന്തിനാ ഒരു അൺനെസറി പ്രൊവോക്കേഷൻ? വേണ്ട. ടേക്ക് റെസ്റ്റ് ഫോർ 2 days. കം, ഐ വിൽ ഡ്രോപ്പ് യു. ചന്തക്കാട് വിശ്വനും മാരവും തമ്മിൽ ഇങ്ങനെയൊരു പൂർവ്വബന്ധം. അന്ന് വിശ്വേട്ടൻ ചന്തക്കാട് വിശ്വനായിരുന്നില്ല, വെറും വിശ്വനാഥൻ. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആൾ. ഒരുപക്ഷെ ആ സ്ഥാനം നേടുന്ന ആദ്യത്തെ മലയാളി. ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ കവർ സ്റ്റോറി ആയിരുന്നു. ഗോസായിമാരോട് മത്സരിച്ച് കേരളത്തിലെ ചേരിയിൽ നിന്നൊരു IAS ടോപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്.
അയ്യോ, ഇതിന് ഒരുപാട് വിലയായി കാണുമല്ലോ. കാശ് എവിടെ കിട്ടി? മോഷ്ടിച്ചു. അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്ന് 100 200 വെച്ച് അടിച്ചു മാറ്റി സ്വരുക്കൂട്ടിയിരുന്നതാ. കൊള്ളാം. നാട് ഭരിക്കേണ്ട IAS കാരന് ആദ്യമായി കിട്ടുന്ന ഉപഹാരം മോഷണം മുതൽ. നല്ല രാശിയുള്ള സ്റ്റൈലും സ്റ്റാർട്ടിങ്. അപ്പന്റെ മുതല് മോൾ എടുക്കുന്നതിന് മോഷണം എന്നല്ല പറയുന്നത്, പിന്നെ ഇസ്ക്. അതോ ഇഷ്കോ? പ്രേമം? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നമ്മുടെ പ്രേമം വെറും പ്രിട്ടൻഷൻ അല്ലേ, അഭിനയം. ആണോ? പിന്നല്ലാതെ. ഇട്ടിച്ച മുതലാളിയുടെ മോള് പറഞ്ഞു അഭിനയിക്കാൻ. പാവപ്പെട്ട ഒരു ട്യൂട്ടോറിയൽ കോളേജ് വാദ്യാരായി ഞാൻ അഭിനയിച്ചു. അത് പണ്ട്. ഇന്ന് ഞാനൊരു IAS കാരനാ. ഐ കനോട്ട് പ്രിറ്റൻഡ് ദാറ്റ് ഐ ആം നോട്ട് ഇൻ ലവ് വിത്ത് യു. ചന്തക്കാടിൽ എക്സൈസ് റെയ്ഡ്. വായിക്കുവിൻ. എക്സൈസ് റെയ്ഡിനെ തുടർന്ന് ചന്തക്കാടിൽ സംഘർഷാവസ്ഥ. ചൂടുള്ള വാർത്ത. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ സിറ്റുവേഷൻസ് വേസ്റ്റ് ആക്കുന്നത്? മാഡം, ഇറ്റ് ഈസ് നോട്ട് മൈ ഓർഡർ. എനിക്കറിയില്ല. സ്റ്റുപ്പിഡ്സ്. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവർക്ക് ഈ നാടെന്താന്ന് അറിയില്ല. പ്രത്യേകിച്ച് ചന്തക്കാടുകാരെ അറിയില്ല. വളരെ വയലന്റ് ആയിരിക്കും അവരുടെ റിയാക്ഷൻ. ശരിയാണ്, വളരെ വയലന്റ് ആണ്. ആരാണെങ്കിലും ചെയ്തത് ശരിയായില്ല. നിസ്സാര കുടുംബ വഴക്കിന് സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്ന IAS കാരുടെ നാടാണിത്. എന്ത് സംഭവിക്കാം? Who told you? Who told you, മിസ്റ്റർ ചന്ദ്രദാസ്? കോടതിയും പത്രങ്ങളും എപ്പോഴും സത്യം മാത്രം കാണണമെന്നില്ല. മാഡം, കുമാരൻ മാസ്റ്ററുടെ മരണം മുതലെടുത്തവരൊക്കെ ഇന്നും വലിയ ആൾക്കാരാണ്. സീനിയോറിറ്റി നോക്കിയാൽ ഇന്നൊരു സർക്കിൾ ഇൻസ്പെക്ടർ മാത്രം ആകേണ്ടിയിരുന്ന നിങ്ങൾ IPS കാരനായതിന്റെ കാരണം വിശ്വനാഥൻ സാറിന്റെ ജയിൽവാസമാണ്. നെയ്യാറ്റിങ്കര സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കാലത്തല്ലേ നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്? അതെ. ആദ്യം വന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെ വന്നു? someone was missing from the top. സമ്മണ്ണല്ല, ചന്തക്കാട് വിശ്വനായിരുന്നു അന്ന് മിസ്സിംഗ്. ജയിലിലായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന നിങ്ങൾ മുകളിലായി. എന്റെ വാക്ക് വിശ്വസിക്കണ്ട. യു കൻ റെഫർ ദ റെക്കോർഡ്സ്. പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവർ കൊന്നാരാണ്? ഞാനാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പറയൂ. എന്റെ മുറിയിൽ ഇന്ന് രാവിലെ ഞാൻ വിറ്റ്നസ് ചെയ്ത ഡ്രാമയാണിത്. ബട്ട് ദ സ്റ്റോറി ഈസ് നോട്ട് കംപ്ലീറ്റ്. മിസ്സിംഗ് ലിങ്ക്സ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. സാറിനെ ഡ്രോപ്പ് ചെയ്തേക്ക്. മാഡം, എനിക്ക് അല്പം സംസാരിക്കണം. നോട്ട് നൗ. See, I am confused. മനസ്സിലായി. പക്ഷേ ഈ പട്ടണത്തിനൊരു പോലീസ് കമ്മീഷണറെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണിത്. നമുക്ക് പിന്നീട് സംസാരിക്കാം. നോട്ട് നൗ. വീട്ടിലേക്കല്ലേ സാർ? അല്ല, ചന്തക്കാട്ടിലേക്ക്. സാറ് അത്യാവശ്യമായിട്ട് വീട്ടിലേക്കൊന്ന് പോകണം. എന്താ കാര്യം? കുട്ടികളെ കാണാനില്ലെന്ന് പറയുന്നു. കിഡ്നാപ്പ് ആണോ സംശയമുണ്ട്. അങ്ങനെ ഒരു ഫോൺ വന്നു സാർ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നില്ല. ഇനി ബസ്സേ കയറാൻ വിട്ടുപോയ അവത്തുങ്ങള് സ്കൂളിലെങ്ങാനും നിപ്പുണ്ടോന്ന് അറിയാൻ ആളെ വിടാൻ തുടങ്ങിയപ്പോഴാ അവന്റെ ഫോൺ വന്നത്. ആ ചന്തക്കാട് റെയ്ഡ് ചെയ്തതെല്ലാം കുഴപ്പമായി. അവന്മാരൊരുമാതിരി രണ്ടും കൽപ്പിച്ച തരത്തിലാ ഫോണിൽ സംസാരിച്ചത്. ആര് സംസാരിച്ചെന്ന്? പോലീസ് കമ്മീഷണറുടെ പിള്ളേരെ വരെ തട്ടിക്കൊണ്ടു പോകാനും അത് വെച്ച് വിലപേശാനും ചങ്കുപറ്റുള്ള ഏതവനായി നാട്ടിലുള്ളത്? വിശ്വൻ. ചന്തക്കാട്ടിൽ നിന്നൊരുത്തം ഫോൺ വിളിച്ചു പറയാ, വിശ്വനെ പുറത്തു വിട്ടില്ലെങ്കിൽ പിള്ളേരെ അവര് പെട്ടെന്നൊരു വല്ലായ പോലെ. സാരമില്ല, സാരമില്ല, അവനെ വിട്ടേര് മോനെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതാണോ നിയമം? അവൻ വല്ല കള്ളക്കടത്തോ കത്തിക്കുത്തോ കള്ളവാറ്റോ നടത്തി ജീവിക്കട്ടെ. ദൈവം മോളിലുണ്ടല്ലോ. ഓ,
മണ്ണാറശാല ഉരുളികമത്തി ഉണ്ടായ എന്റെ പെങ്കൊച്ചു കിടക്കണ കിടപ്പ് കണ്ടോ? ഭഗവാനെ, അവൻ ഇടിവെട്ടി പോകത്തേ ഉള്ളൂ, ഇടിവെട്ടി പോകത്തേ ഉള്ളൂ. സാർ, ചന്തക്കാട് വിഷയം എവിടെ? സാർ ജാമ്യം ജാമ്യോ? ആരോട് ചോദിച്ചിട്ട്? മജിസ്ട്രേറ്റിന്റെ ഓർഡറാണ് സാർ. ആരും വിഷമിക്കണ്ട. ഈ ചന്തക്കാട് വിഷൻ ജീവനോടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും 24 മണിക്കൂറിനായി ഞാൻ പുറത്തു കൊണ്ടുവരും. മോൻ ഇവിടെ ഇല്ലാതായി പോയതാ കഷ്ടായത്. പോലീസുകാർ അവരെ തല്ലിക്കൊല്ലുവോ മക്കളെ? ഇല്ലമ്മേ, ഞാനല്ലേ പറയുന്നേ, ആർക്കും ഒന്നും സംഭവിക്കില്ല. എന്നെ വിശ്വാസമില്ലേ അമ്മയ്ക്ക്? മറുപടി, പോലീസിന് പിടികൊടുക്കാതെ അണ്ടർഗ്രൗണ്ടിൽ പോയവർ എത്ര പേരുണ്ട്? 100-200 പേര് വരും. അവരെല്ലാം വിളിക്കേ. ഞാൻ അമ്മയൊന്ന് കണ്ടു വരാം. വിശ്വനാഥനാണോടാ? അതെ അമ്മേ. നിന്നെ അവർ ഉപദ്രവിച്ചോ മോനെ? അത് കൊള്ളാം. പോയതിനേക്കാൾ മിടുക്കനായിട്ടാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എന്നെ അവരെന്ത് ചെയ്യാനാ അമ്മേ? ഇവിടുന്ന് വേറെ കുറെ പാവങ്ങളെ പിടിച്ചോണ്ട് പോയല്ലോ. അവത്തുങ്ങളെ അവര് കൊല്ലുമോ മക്കളെ? അമ്മ എന്താ പറയുന്നേ? കൊല്ലാനോ? എല്ലാവരും ഇന്ന് തന്നെ തിരിച്ചു വരും. എന്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? വെടിവെപ്പുണ്ടായെന്നൊക്കെ കേട്ടല്ലോ. നീ ഇതെന്ത് ഭാവിച്ചോണ്ടാ വിശ്വനാഥ? അനുഭവിച്ചതൊന്നും പോരെ നിനക്ക്? ഒന്നുമില്ലമ്മേ, എല്ലാം ശരിയാവും. അമ്മ കിടക്ക. വിശ്വനാഥൻ എവിടെ? എവിടെയാ വിശ്വനാഥൻ? എവിടെയെന്ന്? എന്റെ മക്കളെവിടെ? എടാ എവിടെയെന്ന്? വിശ്വനാഥൻ, എന്റെ കുട്ടികളെ ഉപദ്രവിക്കരുത്, അവരെ വെച്ച് വില പേശരുത്. എനിക്ക് മനസ്സിലായില്ല മിസ്റ്റർ ചന്ദ്രദാസ്, നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? നീ അവരെ തട്ടിക്കൊണ്ടുപോയില്ലേ? ഓഹോ, കഥയിൽ അങ്ങനെ ഒരു ടേൺ ഉണ്ടായോ? എടോ ചന്ദ്രദാസേ, തനിക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ വെച്ച് വിലപേശുന്ന ഒരു ഊച്ചാളി ബ്ലാക്ക് മെയിലർ അല്ല ചന്തക്കാട് വിശ്വൻ. തന്നെ പോലൊരു പോലീസുകാരനെ മുട്ടുകുത്തിക്കാൻ നടുവിൽ പിള്ളേരെ പിടിച്ചു നിർത്തി സെന്റിമെന്റ്സ് ഇളക്കേണ്ട കാര്യം എനിക്കില്ല. തെണ്ടിത്തരമാണേലും നേർക്ക് നേരെ മുഖത്ത് നോക്കി ചെയ്യാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. മറുപടി വിടറാളെ. കേൾക്കട്ടെ, എന്താ സംഭവം? തന്റെ കുട്ടികളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അതിന് പഠിക്കണ്ട. സംഭവിച്ച എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞാൽ ഗുണം രണ്ടാണ്. ഒന്ന്, കുട്ടികളെ കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. 2, ചന്തക്കാട്ടി വന്ന് വിഷ്ണുവോട് മുട്ടിയിട്ട് തടിയും കൊണ്ട് തിരിച്ചു പോകണമെങ്കിൽ വന്ന കാര്യം തുറന്നു പറഞ്ഞേ തീരൂ. സ്കൂളിലേക്ക് പോയ എന്റെ കുട്ടികൾ തിരിച്ചെത്തിയിട്ടില്ല. ഗീത സ്കൂളിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ അവര് സ്കൂൾ ബസ്സിലുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ബസ്സിലവരില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ ആരോ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. കുട്ടികൾ അവരുടെ കയ്യിലുണ്ട്, അവരെ വിട്ടുതരണമെങ്കിൽ എക്സൈസുകാർ ഇവിടുന്ന് പിടിച്ചവരെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട പാതി മസിൽ കാണിച്ച് എന്നെ പേടിപ്പിക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. വിശ്വനാഥൻ, പ്ലീസ്, ഐ എം സോറി. കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ പ്ലീസ്. കുട്ടികൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. കിഡ്നാപ്പ് ചെയ്തോ ഞാനല്ല, അതേ ഉറപ്പുള്ളൂ. ആകാൻ സാധ്യത അത് ഊഹമാണ്. ആട്ടെ, കുട്ടികളെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എന്ത് പ്രതിഫലം പ്രതീക്ഷിക്കാം? പറയൂ, എത്ര പണം വേണം? എന്നെപ്പോലൊരു കള്ളപ്പണ ചക്രവർത്തിക്ക് മാസശമ്പളക്കാരനായി നിങ്ങൾക്ക് എത്ര പണം ഓഫർ ചെയ്യാൻ കഴിയും? പണം വേണ്ട, പക്ഷേ പ്രതിഫലം വേണം. ഞാൻ എന്ത് ചെയ്യണം? കളക്ടറേറ്റ് വെടിവെപ്പ്, ചന്തക്കാട് റെയ്ഡ്, ഈ 2 കേസിലും ഞാനോ എന്റെ ആൾക്കാരോ പ്രതിയാവാൻ പാടില്ല. കസ്റ്റഡിയിലുള്ള എല്ലാവരെയും വിട്ടയക്കണം. അഗ്രീഡ്?
യെസ്, എഗ്രീഡ്. ഇപ്പൊ തന്നെ ഞാൻ ഫോൺ ചെയ്യാം. വേണ്ട, വേല കഴിഞ്ഞു മതി കൂലി. ആരാ? ആ, എന്താ മോനെ? അതെ, ഗീതയോട് വിഷമിക്കണ്ടെന്ന് പറയണം. കുട്ടികളെ കിട്ടി. എന്ത് പറ്റി അച്ഛാ? എങ്ങനെ കിട്ടി? ആ ചന്തക്കാട് വിഷുവിന്റെ ഗോഡൌൺ ഞങ്ങൾ വളഞ്ഞു. ഒരല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. എന്തായാലും കുട്ടിയെ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ കിട്ടിയോ അച്ഛാ? കിട്ടി. ചന്ദ്രേട്ടാ, മക്കളെവിടെ? അവർക്ക് ഒരു കുഴപ്പമില്ലടി. ഒരു പിക്നിക് കഴിഞ്ഞ പോലെ സന്തോഷമായിട്ടിരിക്കുക. അവരുടെ കൈ ഫോൺ കൊടുക്കൂ. അവര് പുറത്ത് ജീപ്പിലിരിക്കാന്ന് പറ. അവര് പുറത്ത് ജീപ്പിലിരിക്കുക. ഞാനൊരു പബ്ലിക് ബൂത്തിന്നാ. ഞങ്ങളിപ്പോ അങ്ങെത്തും. ഇനി ലെറ്റ് ഹിം റിയാക്ട്. ഇങ്ങനെ അടി കൊണ്ട പോലെ നിന്നാൽ എങ്ങനെയാ? സംഗതി എന്താണെന്ന് അറിയണ്ടേ? അടി കൊണ്ട പോലല്ല, കൊണ്ടു. തല്ലിയ ആരാണെന്ന് വിചാരിച്ചാ? ഇരുട്ടടി അടിക്കുന്നവനെ ആള് നോക്കിയാണോ അടിക്കുന്നത്? ഛേ, ഈ പിള്ളേരെങ്ങനെ വിഷന്റെ കയ്യിലെത്തി? നിങ്ങൾ ഏതായാലും നമ്മുടെ ഇറക്കനെ ഒന്ന് വിളിച്ചേ. ഹലോ, അച്ഛനാ? അവിടെ വല്ല കുഴപ്പമോ അലമ്പോ ഉണ്ടായോ? അലമ്പോ? എന്തലമ്പ്? എടാ, ആ പിള്ളേരെ ആമ്പിള്ളേരെ അടിച്ചോണ്ട് പോയോന്ന്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എടാ, ചോദിക്കുന്നതിന്റെ ഗൗരവം എന്താന്ന് മനസ്സിലാക്കുക. ചുമ്മാ എടുത്തു കാടാതെ. പിള്ളേരിവിടെ ഉണ്ട്. അച്ഛനാ ഫോൺ അമ്മയിലോട്ട് കൊടുത്തേ. ഞാൻ പോവാ. കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. എനിക്കത്ര വിശ്വാസം പോരാ. ആ കുളമാകുമോ? എങ്ങനെയെങ്കിലും എനിക്കല്ല, ഇയാക്കാ. പിന്നെ തന്തയ്ക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നാടകമെല്ലാം കളിച്ച ചന്തക്കാട് വിഷനല്ല ഇയാളാ. കൂട്ടിന് അനിയനും. ആരെയാടാ നീ തല്ലിയത്? ഈ മനുഷ്യനല്ല, നെയ്യാറ്റിൻകരയുള്ള നിന്റെ തന്ത. അങ്ങനെ പോയി വിളിക്കും. നീ പോടിയാവുന്നു.
ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കണ്ടവന്റെ ഒക്കെ കൂടെ നാട് തന്നെ നടന്ന യവന്റെ 4 പെങ്ങന്മാരെ കെട്ടിച്ചയച്ച ഈ മനുഷ്യനെയാണ് അവൻ തല്ലിയത്. 10 കൊല്ലത്തിന് മുൻപ് യവന്റെ തന്ത ഒരു ധർമ്മക്കാരന്റെ കുട്ടി ഈ വീട്ടിൽ കയറി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാമോ? IPS കിട്ടിയ മോന് പാന്റ് വേണം, ഷർട്ട് വേണം, വാച്ച് വേണം, വണ്ടിക്കൂലി വേണം. പോലീസ് പിടിച്ചോണ്ട് പോയ ഇളയ പെണ്ണിനെ തലമുട്ടയടിക്കാതെ ജാമ്യത്തിൽ ഇറക്കണം. അമ്മേ, കൊച്ചുങ്ങൾ കേൾക്കുന്നു. കൊച്ചുങ്ങൾ കേൾക്കട്ടെടി. അവത്തങ്ങളുടെ വംശം കൊണ്ടോ അവത്തങ്ങൾ അറിയട്ടെ. ഞാൻ അന്നേ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലേ മനുഷ്യ, IPSന്റെ പേരും പറഞ്ഞ ആ കൂതറ കുടുംബത്തിലേക്ക് നമ്മുടെ മോളെ അയക്കല്ലേ എന്ന്. ഇപ്പൊ മേടിച്ചു കെട്ടിയപ്പോ സമാധാനമായല്ലോ. അമ്മേ, മക്കളെ, അച്ഛനെ അവൻ തല്ലിയടാ. ഇതേ വാ. എങ്ങോട്ട് എടി, നിന്നോട് വരാനാ പറഞ്ഞത്. പോകരുതെന്ന് ഞാനാ പറഞ്ഞത്. അമ്മേ, അയ്യോ അച്ഛൻ, എന്താ? എന്റെ ഭഗവാനെ, മക്കളെ, ഡോക്ടറെ വിളിക്കടാ. അയാൾക്ക് ഒരു പുല്ലുമില്ല. അയാൾ ഇതിനേക്കാൾ വലിയ നാടകം കളിക്കും. നീ വാ. എടീ, തന്ന ചാവാൻ കിടക്കുമ്പോ നീ നിന്റെ അമ്മാവിയപ്പന്റെ ോടി ചാവാൻ കിടക്കുന്ന ഈ മനുഷ്യന്റെ നെഞ്ചൊന്ന് തിരുമോ, ഇത്തിരി വെള്ളം കൊടുക്കോ ചെയ്യടി. നിന്നോടാ പറഞ്ഞത്. പോടാ ഇറങ്ങി. നിന്നോട് വരാനാ പറഞ്ഞത്. അവള് വരുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത്. മോളെ, വേഗം പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. കണക്കുകൂട്ടലെല്ലാം പിഴച്ചല്ലോ റൈറ്ററേ. പിഴച്ചെങ്കി ആ പേജങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. എന്റെ പ്രകടനം നടക്കുമ്പോ ഈ കിടന്ന കിടപ്പ് ഞാൻ എല്ലാം തീരുമാനിച്ചുറച്ചു. തന്തച്ചുഴി കണ്ട മോനെയും കൊല്ലാവുന്ന ആ ശാസ്ത്രം. മോള് വരുന്നു. അയ്യോ, എന്തൊരു വേദനയായത്. 8-10 കൊല്ലം ഒരുമിച്ച് താമസിച്ചിട്ടും ഗീതയ്ക്ക് പോലും എന്നെ മനസ്സിലായില്ല. അല്ലേ അവക്ക് ശരിക്കും മനസ്സിലായി കാണും. അവളുടെ തന്തയെ തല്ലിയ കാശിന് വകയില്ലാത്ത ഞാൻ വിളിച്ചാ പിന്നെ അവള് വരുവോ? വക്കീലെന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, സ്ത്രീയോ, ഭദ്രകാളിയാ, ഭദ്രകാളി. മതി, ഒരു ദേവദാസ് പുനർജനിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ സ്ത്രീ ഇന്ന് എന്റെ മക്കളെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ? പഠിക്കാൻ അല്പം മിടുക്കുണ്ടായിരുന്നു വിളിച്ചാൽ കുടുംബചരിത്രം, പെഡിഗ്രി പുറത്തു പറയാൻ കൊള്ളാവുന്നതല്ല. കെട്ടുപ്രായം കഴിഞ്ഞ് പേരും കേൾപ്പിച്ച് നിന്ന് 5 പെങ്ങന്മാരെ ഇറക്കി വിടാൻ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ എന്റെ അച്ഛൻ എന്നെ വിറ്റു. കേളു റൈറ്റർക്ക്. He paid me well. ആ നാണം കെട്ട കാശ് എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ എണ്ണി വാങ്ങിച്ചേ. മതി സാറേ, വിട്. ഇപ്പൊ വിളിച്ച സാറേ ഇവിടെ ഉണ്ടല്ലോ, അതുപോലും ഒരുമാതിരി ആക്കിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ തന്റെ പിച്ചയല്ലടൂ എന്റെ കാക്കി, എന്റെ കുടുംബം. 1ാം റാങ്കുകാരൻ പുറത്തു പോയപ്പോ ഏറ്റവും താഴെ കിടന്ന മണ്ടൻ ഞാൻ അകത്ത്. കയ്യിലിരിപ്പ് ഗുണ്ടായുസമാണേലും തന്റെ ജീവിതമാടൂ സക്സസ്. കൈ നിറയെ പണം, എന്തും ചെയ്യാൻ ശക്തിയുള്ള കുറെ കൂട്ടുകാര്, ഒരുമാതിരിപ്പെട്ടവനൊക്കെ പേടിക്കുന്ന 1ാം തരം ഒരു നിക്നെയിം, ചന്തക്കാട് വിശ്വൻ. പിന്നെ ഒരു പ്ലേറ്റോണിക് ലവിന്റെ സുഗന്ധവും പേര് ചുറ്റും പറക്കുന്ന IAS ചിത്രശലഭം സോണി. ഇന്ന് അവളെ കാരണത്ത് വെച്ച് എന്നെ ഫയർ ചെയ്തു. സീനിയർ ഓഫീസർ അല്ലേ, കളക്ടർ. താൻ അവളെ കെട്ടിയിട്ട് വേണം എനിക്ക് അവളുടെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയാൻ. IAS അല്ല, എന്നാ കോപ്പാണെന്ന് പറഞ്ഞാലും മൂത്തവളുടെ മുഖത്ത് നോക്കി ആരെ പുല്ലേ വർത്തമാനം പറയുന്നേ. പക്ഷെ അത് താൻ അവളെ കെട്ടിയിട്ടേ ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ എന്റെ തൊപ്പി പോവും. ആ, പറയാതെ തന്നെ മനസ്സിലായല്ലോ, നന്നായി. ഇത് കുടിക്ക്. അത് മോര് കള്ളിറങ്ങാൻ. എനിക്ക് കള്ളിറങ്ങണ്ട, ഉറങ്ങണം. ഞാൻ തന്റെ കട്ടിലേക്ക് കിടന്നോളാം. വേണ്ട, ചന്തക്കാട് വിഷുവിന്റെ കൂടെ കിടക്കാൻ വേറെ ആള് വരും. അത് വരുന്ന കാലത്ത് വരും. സാറ് വീട്ടിൽ പോകും, ഞാൻ കൊണ്ടാക്കാം. അവിടെ ആരിരിക്കുന്നുണ്ടോ? വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കില്ല സാറേ.
നാളെ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ചുറപ്പിച്ചതാ. മൂർഖനിട്ട് ചവിട്ടം കൊടുത്ത് മതയാനക്കിട്ട് കല്ല് പറഞ്ഞു വെച്ച് വെള്ളമടിച്ച് നടന്നാലത്തെ അനുഭവം അറിയാമല്ലോ. ആ തട്ടി പോവും. അപ്പൊ അറിയാം. അത് കുടിക്കും. പോലീസുകാരെ എനിക്ക് വിശ്വാസമില്ല. സാറിന്റെ വീട്ടില് എന്റെ ആളുകൾ കാവൽ നിൽക്കും. ധൈര്യമായിട്ട് ഉറങ്ങാം.